ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ഹൃദയമായി വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ തിരക്കഥയാണ്. എങ്ങനെയാണ് ഒരു തിരക്കഥയില്ലാതെ നമുക്ക് സിനിമ ചെയ്യാൻ കഴിയുക? എങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ സിനിമയുടെ നട്ടെല്ലായി നമ്മൾ എക്കാലത്തും തിരക്കഥയെ വിശേഷിപ്പിക്കുന്നു. തിരക്കഥാകൃത്തിൻ്റെ സാന്നിധ്യമാണ് ഒരു സിനിമയ്ക്ക് എപ്പോഴും മിഴിവേകുന്നത്. സിനിമയുടെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ തിരക്കഥയായി മാറുന്നു. എന്നാൽ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ അതിൻ്റെ തിരക്കഥ നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു സംഭവം. പ്രിയദർശൻ്റെ കടത്തനാടൻ അമ്പാടി എന്ന പ്രേം നസീർ മോഹൻലാൽ ചിത്രത്തിനാണ് ഇങ്ങനെ ഒരു ഗതികേട് അല്ലെങ്കിൽ ഒരു ദൗർഭാഗ്യം ഒരിക്കലുണ്ടായത്. ഇന്ന് കടത്തനാടൻ അമ്പാടിയുടെ തിരക്കഥയുടെ കഥയാണ് തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഏതാണ്ട് 30 വർഷത്തോളം നീണ്ടുനിന്ന ശാരംഗപാണിയുടെ തിരക്കഥാ ജീവിതത്തിലെ അവസാന സിനിമയാണ് 1990 പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടി. 1964 തച്ചോളി ഉദയനൻ, 70 ഉദയനൻ്റെ മകൻ എന്നീ സിനിമകളുടെ തുടർച്ചയെന്നോണമാണ് 1986 ചിത്രീകരണം തുടങ്ങി 90 പൂർത്തിയായ കടത്തനാടൻ അമ്പാടി എന്ന സിനിമ. വടക്കൻ പാട്ടിന് ഒരു സിനിമാ ഭാഷ്യം രചിച്ചതിൽ ശാരംഗപാണിക്കുള്ള പങ്ക് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാടകത്തിൽ നിന്ന് ആരംഭിച്ച സിനിമയിലെത്തിയ ശാരംഗപാണിയുടെ ജീവിതത്തിലെ മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ വടക്കൻ പാട്ട് തിരക്കഥകൾ. ശാരംഗപാണി ഇല്ലാതെ ഒരു കാലത്ത് വടക്കൻ പാട്ട് തിരക്കഥകൾ മലയാളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം അതിൻ്റെ സ്കോളറായിരുന്നു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. തൻ്റെ പിതാവായ തച്ചോളി ഉദയനൻ്റെ മരണത്തോടുള്ള കടത്തനാടൻ അമ്പാടിയുടെ പ്രതികാരവും തറവാട്ടിൽ നിന്ന് കാണാതെ പോയ ഭദ്രവാൾ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങളുമാണ് കടത്തനാടൻ അമ്പാടി എന്ന സിനിമയുടെ ഇതിവൃത്തം. ഇതിൽ കടത്തനാടൻ അമ്പാടിയായി മോഹൻലാലും അദ്ദേഹത്തിൻ്റെ ഗുരുവായ പയ്യമ്പള്ളി ചന്തുവായി പ്രേം നസീറും വേഷമിട്ടിരിക്കുന്നു. നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ കൊച്ചിൻ ഹനീഫ രൂപപ്പെടുത്തിയ ഒരു കഥയ്ക്ക് തിരക്കഥ ഒഴുക്കാനാണ് ശാരംഗപാണിയെ എറണാകുളത്തേക്ക് സംവിധായകൻ പ്രിയദർശൻ വിളിച്ചു വരുത്തുന്നത്. ഇതിനകം ഉദയയുടെ എല്ലാ വടക്കൻ പാട്ട് സിനിമകളും പ്രിയദർശൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശാരംഗപാണിയുടെ തിരക്കഥയുടെ സ്ട്രെങ്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ബോധം തന്നെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഏറ്റവും നല്ലൊരു തിരക്കഥാകൃത്താണ് ഏറ്റവും നല്ല സംവിധായകൻ എന്നതുപോലെ തന്നെ പ്രിയദർശൻ. കഥയുടെ ബീജമറിഞ്ഞ് കഥയുടെ മർമ്മമറിഞ്ഞ് പ്രയോഗിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിന്, അനിതര സാധാരണമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. ശാരംഗപാണി എറണാകുളത്ത് പ്രിയദർശൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് എത്തുമ്പോൾ വളരെ വ്യക്തമായി തന്നെ തൻ്റെ മനസ്സിലെ ഐഡിയ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതിനു മുമ്പ് തച്ചോളി ഉദയനൻ്റെ മകൻ എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ള അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിനെക്കുറിച്ച് ശാരംഗപാണിക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു അപരിചിത ഭാവം അപ്പോഴുണ്ടായിരുന്നു. കാരണം അപ്പോൾ സിനിമ ഏതാണ്ട് 1986 എത്തിക്കഴിഞ്ഞിരുന്നു. ഉദയയുടെ ഒരു ഡിസിപ്ലിനും ഉദയയുടെ ഒരു അച്ചടക്കവുമൊന്നും സിനിമാ ലോകത്തു നിന്നും നിർഭാഗ്യവശാൽ അതിനു മുമ്പ് നഷ്ടപ്പെട്ടു പോയി. പ്രിയദർശൻ്റെ പുതിയ കാല ടീമിനോടൊത്ത് പ്രവർത്തിക്കാൻ ശാരംഗപാണിക്ക് ചെറിയൊരു മടി ആദ്യം തോന്നി. എന്നാൽ ശാരംഗപാണിയെപ്പോലെ വളരെ സീനിയറായ ഒരു തിരക്കഥാകൃത്തിനെ അർഹിക്കുന്ന ആദരവോടെ നിർത്താൻ പ്രിയദർശന് കഴിഞ്ഞിരുന്നു. കൊച്ചിൻ ഹനീഫയാകട്ടെ മടിച്ചാണ് അദ്ദേഹത്തോട് കഥ പറഞ്ഞു കൊടുത്തത്. കാരണം വടക്കം പാട്ടുകളുടെ ഉസ്താദിനോടാണ് താൻ തിരക്കഥ ചൊല്ലിക്കൊടുക്കുന്നത് എന്ന തികഞ്ഞ ബോധ്യം കൊച്ചിൻ ഹനീഫയ്ക്കുണ്ടായിരുന്നു. 1984 ചലച്ചിത്ര നിർമ്മാണ മേഖലയിലേക്ക് കടന്നുവന്ന സാജൻ വർഗീസാണ് കടത്തനാടൻ അമ്പാടി എന്ന ചിത്രം നിർമ്മിച്ചത്. സാജൻ വർഗീസിൻ്റെ സാജ് മൂവീസ് ഇതിനകം തന്നെ ഏറെ പ്രശസ്തമായി കഴിഞ്ഞിരുന്നു. ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് സാജൻ വർഗീസ് നിർമ്മിച്ചിരുന്നത്. കടത്തനാടൻ അമ്പാടി തീർച്ചയായും ഒരു ബിഗ് ബജറ്റ് സീൻ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ബിഗ് ബജറ്റ് സിനിമ തന്നെയായിരുന്നു. കാരണം പ്രേം നസീറും മോഹൻലാലുമാണ് ഇതിൽ വേഷമിടുന്നത്. ഒരുപാട് പണം മുടക്കിയുള്ള ഒരു കൈവിട്ട കളി തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കടത്തനാടൻ അമ്പാടി. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ശാരംഗപാണിക്ക് ചില വിയോജിപ്പുകളുണ്ടായി. ചിത്രത്തിന് വേണ്ടി അമിതമായി പണം ചെലവഴിക്കുന്നു എന്നൊരു തോന്നലും ശാരംഗപാണിക്കുണ്ടായിരുന്നു. ഓർക്കുക,
ഒരു കാലത്ത് ശാരംഗപാണി ഉദയയിലെ ശമ്പളക്കാരനായ തിരക്കഥാകൃത്തായിരുന്നു. ഉദയയുടെ മുതലാളിയായ കുഞ്ചാക്കോ അദ്ദേഹം മുടക്കുന്ന ഓരോ പണത്തിനും അദ്ദേഹത്തിന് കണക്കുണ്ടായിരുന്നു. പണത്തിൻ്റെ മൂല്യം ശരിക്കറിയുന്നയാളായിരുന്നു കുഞ്ചാക്കോ. ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഇന്നത്തെ MBA കുട്ടികൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും നന്നായാണ് കുഞ്ചാക്കോ അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം വെച്ച് അദ്ദേഹം സിനിമ നിർമ്മിച്ചിരുന്നത്. ഇവിടെ വരുമ്പോഴാകട്ടെ സാജൻ വർഗീസിൻ്റെ കയ്യിലുള്ള പണമെല്ലാം വെറുതെ കടലിൽ ഒഴുക്കി കളയുന്നത് പോലൊരു തോന്നലാണ് ശാരംഗപാണിക്കുണ്ടായതെന്ന് അദ്ദേഹത്തിൻ്റെ മകൾ ജൂല ശാരംഗപാണി പിന്നീടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. MTയും ഹരിഹരനും വടക്കംപാട്ട് അടിസ്ഥാനമാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന വാർത്ത പെട്ടെന്നാണ് പുറത്തു വന്നത്. ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ പ്രിയദർശൻ കൂടുതൽ ജാഗരൂകനായി. അദ്ദേഹം ശാരംഗപാണിയെ അടുത്തേക്ക് വിളിച്ച് വളരെ പെട്ടെന്ന് ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉഷാറാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ ശാരംഗപാണി എഴുതി കൊടുത്ത തിരക്കഥയിൽ ചില കാതലായ ഉടച്ചുവാർക്കലുകൾ പ്രിയദർശൻ നടത്തി. എന്നിട്ട് ശാരംഗപാണിയോട് ഓരോ ദിവസത്തെയും ഷൂട്ടിങ്ങിന് ആവശ്യമായുള്ള ഡയലോഗുകൾ എഴുതിത്തരാൻ ആവശ്യപ്പെട്ടു. വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പ്രിയദർശൻ പറഞ്ഞത് അതേപടി കേട്ടു. ഡയലോഗുകൾ പൂർണ്ണമായി എഴുതി കൊടുക്കുന്നതിൽ മാത്രം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പാലക്കാട്ടെ മലമ്പുഴയിലാണ് ചിത്രീകരണത്തിൻ്റെ സിംഹഭാഗവും നടന്നത്. ചില സീനുകൾ ഹൈദരാബാദിലും മറ്റ് ചില സീനുകൾ ഉദയയിലും എടുത്തു. ബോബൻ കുഞ്ചാക്കയുമായുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉദയയിൽ ചില ചിത്രീകരണങ്ങൾ നടന്നത്. ചിത്രത്തിലെ കോസ്റ്റ്യൂംസിൽ ഒരു നല്ലൊരു ഭാഗവും ഉദയയിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോഴെല്ലാം ആവശ്യത്തിലധികം പണം ഒഴുക്കിക്കൊണ്ട് ചിത്രത്തിൻ്റെ ബാക്ക് ബോണായി സാജൻ വർഗീസ് ഒരു നെടും തൂണുപോലെ ചിത്രത്തിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ശാരംഗപാണി വ്യത്യസ്തനായി കണ്ടത് പഴയ കുഞ്ചാക്കോയെ തന്നെയാണ്. കുഞ്ചാക്കോയുടെ പട്ടാളച്ചിട്ട ഈ ചിത്രത്തിൽ ഇല്ലായിരുന്നു എന്ന് പിന്നീട് ശാരംഗപാണി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ആരോടും ശോഭിക്കാത്ത പ്രേംനസീർ ചിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വല്ലാതെ ശുഭിതനായ കഥ ശാരംഗപാണി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ അദ്ദേഹം പയ്യമ്പള്ളി ചന്തുവായി വേഷമിട്ട് കാത്തിരുന്നു. രാത്രിയായപ്പോൾ അദ്ദേഹത്തോട് പ്രിയദർശനും അദ്ദേഹത്തിൻ്റെ ക്രൂവും പറഞ്ഞു, ഇന്ന് സാറിന് സീനില്ല എന്ന്. അദ്ദേഹം ക്ഷോഭത്തോടുകൂടി മുറിയിലേക്ക് മടങ്ങി. അർദ്ധരാത്രി മുറിയിലേക്ക് ശാരംഗപാണിയെ പ്രേംനസീർ വിളിച്ചു വരുത്തി. ഒരു സീനിയർ ആർട്ടിസ്റ്റായ തന്നോട് പ്രിയദർശൻ കാണിച്ചത് ശരിയായ നടപടിയല്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. പ്രേംനസീറുമായി ശാരംഗപാണിക്ക് ഒരു ടോൺ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നല്ലോ. പ്രേംനസീറും ശാരംഗപാണിയും പരസ്പരം അവരുടെ വിഷമതകൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ പ്രേംനസീർ തൻ്റെ ഷോവുമെല്ലാം അടങ്ങി ശാരംഗപാണിയോട് പറഞ്ഞു, ഇതാണ് പുതിയ കാലത്തെ സിനിമ എന്ന്, നമ്മളിവിടെ സഹിക്കുകയേ പാടുള്ളൂ എന്നും പറഞ്ഞു. ഇതോടെ ചിത്രത്തിൽ ദൗർഭാഗ്യങ്ങൾ നിറയുകയായിരുന്നു. ഗുഹയിലൂടെ കുത്തി ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഒരു സീൻ എടുക്കാൻ കൊണ്ടുവന്ന വാട്ടർ ടാങ്ക് അതിനകത്ത് വെച്ച് പൊട്ടി. വെള്ളം ഒഴുകി വന്നപ്പോൾ അതിൽപ്പെട്ട് മോഹൻലാലിന് പരിക്കേറ്റു. ചിത്രത്തിൻ്റെ നിർമ്മാതാവായ സാജൻ വർഗീസ് ഗുരുതരമായ ചില സാമ്പത്തിക ആരോപണങ്ങളിൽ അടിപ്പെട്ടു. അദ്ദേഹത്തിന് റിസർവ് ബാങ്കിൽ നിന്നുണ്ടായ ചില നയങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം, അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് പൂർണ്ണമായി റെയ്ഡ് ചെയ്യപ്പെട്ടു. ഒടുവിൽ അതിനിടയിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം സംഭവിക്കുന്നത് കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൻ്റെ ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ്. ഒരു ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് ഇങ്ങനൊരു ഘട്ടത്തിൽ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായാൽ എന്താണ് ചെയ്യുക? പ്രിയദർശൻ വല്ലാതെ നിരാശനായിപ്പോയി. ചിത്രത്തിൻ്റെ ക്രൂ മുഴുവൻ നിരാശരായി. സാജൻ വർഗീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ചിത്രത്തിൻ്റെ ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയായി അവിടെ തന്നെ നിന്നു. ഏതാണ്ട് 3 വർഷമാണ് ഈ ചിത്രം കോടതിയുടെ കുരുക്കിൽപ്പെട്ടത്. കോടതി പലവിധ നിയമ നടപടികളിലൂടെ നടത്തി. ചിത്രത്തിൻ്റെ അവകാശത്തിനായി സാജൻ്റെ കമ്പനിയിൽ ഓഹരി നിക്ഷേപിച്ചവരും സാജൻ്റെ ഫിനാൻസിൽ പണം നിക്ഷേപിച്ചവരും സാജനും സാജൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയും പരസ്പരം മത്സരിച്ചു. കോടതി ഒന്നിനും പൂർണ്ണമായ ഒരു തീരുമാനമെടുത്തില്ല. കോടതി നടപടികളുടെ സ്വാഭാവികമായ കാലതാമസം കാരണം ഒടുവിൽ 3 വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൻ്റെ പൂർണ്ണമായ അവകാശം സാജൻ്റെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിരുന്നവരിലേക്ക് വന്നു ചേർന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഏതാണ്ട് ചിത്രത്തിൻ്റെ ഗോൾഡൻ ടൈമാണ് ഇതിനിടയിൽ നഷ്ടപ്പെട്ടു പോയത്. 3 കൊല്ലമാണ് ഈ ചിത്രം കോടതി നടപടികളിൽ കുരുങ്ങിക്കിടന്നത്. അതോടെ ചിത്രത്തോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ അതിൻ്റെ ക്രൂവിന് ഒന്നാകെ നഷ്ടപ്പെട്ടു. തീർത്തും നിർഭാഗ്യകരമായ ഒരു സിനിമയായിരുന്നു കടത്തനാടൻ അമ്പാടി. ഇനിയാണ് ആൻറ്റി ക്ലൈമാക്സ്. ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് നഷ്ടമാവുകയാണ്, അതും ഷൂട്ടിങ്ങിനിടയിലെ വീഴ്ച കൊണ്ട്. സ്ക്രിപ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? സ്ക്രിപ്റ്റ് നഷ്ടമായതിന് പിന്നാലെ ചിത്രത്തിൻ്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്കും നഷ്ടമായി. അത് കോടതി നടപടികൾക്കിടയിലായിരുന്നു. ഇതിനിടയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേംനസീറിൻ്റെയും നെല്ലിക്കോട് ഭാസ്കറിൻ്റെയും വിയോഗം, ആകസ്മികമായ അവരുടെ വേർപിരിയൽ.
ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വന്നു. നവോദയ അപ്പച്ചൻ ആണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കടത്തനാടൻ അമ്പാടി തിയേറ്റർ കാണുകയില്ലായിരുന്നു. ചിത്രത്തിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി നടീനടന്മാരുടെ ചുണ്ടരക്കം കണ്ട് ഡബ്ബ് ചെയ്യാൻ തീരുമാനിച്ചത് പ്രിയദർശനാണ്. അതിനായി അദ്ദേഹം അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത് ശാരംഗപാണിയായിരുന്നു. പ്രേംനസീറിന് വേണ്ടി ഡബ്ബ് ചെയ്യാൻ നടൻ ജയറാമിനെ വിളിച്ചു വരുത്തി. പക്ഷേ അദ്ദേഹത്തിന് ചില വിഷമതകൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഡബ്ബ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ മലയാളത്തിൻ്റെ തലപ്പൊക്കമുള്ള നടൻ തിലകൻ്റെ മകൻ ഷമ്മി തിലകനാണ് പ്രേംനസീറിന് വേണ്ടി ഇത് ഡബ്ബ് ചെയ്തത്. ഷമ്മി തിലകൻ പല വേദികളിൽ ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രേംനസീറിൻ്റെ ചുണ്ടരക്കം കണ്ട് എങ്ങനെയാണ് താൻ ഡബ്ബ് ചെയ്യുക. പക്ഷേ ഷമ്മി തിലകൻ്റെ ഡബ്ബിംഗ് കപ്പാസിറ്റി, ഒരു നടൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി, ഇതെല്ലാം കൊണ്ട് വളരെ ഭംഗിയായി തന്നെ അദ്ദേഹം തൻ്റെ റോൾ പൂർത്തിയാക്കി. എസ് കുമാറായിരുന്നു ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ. പി ഭാസ്കരൻ, കെ രാഘവൻ മാഷിൻ്റെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം പകർന്നു. ഒട്ടേറെ മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. 1990 ഏപ്രിൽ മാസത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്. ആദ്യ ആഴ്ചകളിൽ വൻ വരവേൽപ്പ് ചിത്രത്തിന് ലഭിച്ചെങ്കിലും പതുക്കെ ചിത്രം തിയേറ്ററിൽ നിന്ന് മായുകയായിരുന്നു. ഇതിനിടയിൽ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ വടക്കൻ വീരഗാഥ എന്ന സിനിമയും റിലീസായി. വടക്കൻ വീരഗാഥ എന്ന സിനിമ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വടക്കൻ പാട്ടുകൾക്ക് പുതിയൊരു അധ്യായം രചിച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുമുണ്ടായി. MDയെയും ഹരിഹരനെയും അഭിനന്ദിച്ചുകൊണ്ട് ശാരംഗപാണി അവർക്ക് കത്തെഴുതി. പിന്നീട് ഒരിക്കൽ മാക്ടയുടെ ഒരു അവാർഡ് സ്വീകരിച്ച വേദിയിൽ വെച്ച് MD ശാരംഗപാണിയുടെ വടക്കൻ പാട്ട് തിരക്കഥകളെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുകയും ചെയ്തു. 1990 ഏപ്രിൽ മാസത്തിൽ റിലീസായ ഈ സിനിമ വളരെ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് അപ്രത്യക്ഷമായി. ഒരുപാട് നിർഭാഗ്യങ്ങളിലൂടെ കടന്നുപോയ സിനിമയായിരുന്നല്ലോ ഇത്. എങ്കിലും പ്രിയദർശൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഈ സിനിമ പൂർത്തിയാക്കാനായത്. നവോദയ അപ്പച്ചൻ്റെ സ്നേഹപൂർവമായ ഇടപെടലാണ് ഈ ചിത്രം മലയാളത്തിൻ്റെ തിയേറ്ററുകളിൽ എത്തിച്ചത്. കടത്തനാടമ്പാടിക്ക് ഇത്തരത്തിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഒരുപക്ഷെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഒരുപാട് അപൂർവതകളുമുണ്ട്. സ്ക്രിപ്റ്റ് ഇല്ലാതെ ഡബ്ബ് ചെയ്ത സിനിമ, ഒറിജിനൽ സൗണ്ട് ട്രാക്ക് ഇല്ലാതെ ഡബ്ബ് ചെയ്ത സിനിമ എന്നിങ്ങനെ പലതരം വ്യത്യസ്തമായ അനുഭവങ്ങൾ. കടത്തനാടൻ അമ്പാടിയുടെ തിരക്കഥയുടെ കഥ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. അടുത്ത രക്കം കാണുന്നതുവരെ നമസ്കാരം.